നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. MBBS, BDS തുടങ്ങിയുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ഏതാനും ചില പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും പ്രവേശനത്തിന് വേണ്ടിയുള്ള നീറ്റ് എക്സാംസ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മാസം 8-ാം തീയതി വരെ മാത്രമാണ് നീറ്റിന്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏതാനും ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നീറ്റ് എക്സാം എന്നുള്ളത് മെഡിക്കൽ വിഭാഗത്തിലുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സാമാണ്. ഇതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി തുടങ്ങിയുള്ള കോഴ്സുകളിലേക്കും പഠിക്കുവാനായിട്ട് നീറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം മുതലാണ് ഫിസിയോതെറാപ്പി അഥവാ BPTക്കും BOT അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ തെറാപ്പിക്കും നീറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി തുടങ്ങിയുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിർബന്ധമായിട്ടും നീറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒട്ടാകെ നീറ്റിന് എക്സാം സെന്ററുകൾ ലഭ്യമാണ്. കൂടാതെ തന്നെ വിദേശത്തും നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 1700 രൂപയും ജനറൽ കാറ്റഗറിയിൽ തന്നെ EWS വിഭാഗത്തിനും OBC നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ NCL വിഭാഗത്തിനും 1600 രൂപയും SC ST അതുപോലെ തന്നെ ഫിസിക്കലി ചാലഞ്ച്ഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ള കാറ്റഗറിക്ക് 1000 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ടാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ 3 മണിക്കൂറിന്റെ ഒരു പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ 2026 മെയ് മാസം 3-ാം തീയതിയാണ് പരീക്ഷ ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 5 മണി വരെ, അങ്ങനെ 3 മണിക്കൂറിന്റെ ഒരു പരീക്ഷയായിരിക്കും ഈ ഒരു നീറ്റ് എക്സാമിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിരവധി കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, BSc നഴ്സിംഗ് കേരളത്തിൽ പഠിക്കുവാനായിട്ട് നീറ്റ് വേണോ, അല്ലെങ്കിൽ നീറ്റ് നമ്മൾ എഴുതിയത് കൊണ്ട് നഴ്സിംഗ് അഡ്മിഷൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത്. ആദ്യമേ തന്നെ പറയട്ടെ, കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ BSc നഴ്സിംഗ് പ്രവേശനത്തിന് നീറ്റ് നിർബന്ധമാക്കിയിട്ടില്ല. നിലവിലും +2ന്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം ഈ വർഷവും അഡ്മിഷൻസ് എടുക്കുക. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാം കേരളത്തിലെ നഴ്സിംഗ് പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വസ്തുതയുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാനും ചില സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് നീറ്റിന്റെ റാങ്ക് അല്ലെങ്കിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ അഡ്മിഷൻസ് കിട്ടാനായിട്ട് സാധിക്കുക. ഉദാഹരണമായിട്ട് ഡൽഹിയിലുള്ള RK, PGI ചണ്ഡീഗഡ്, BHU അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, കൂടാതെ തന്നെ ജിപ്മർ, പോണ്ടിച്ചേരിയിലുള്ള ജിപ്മർ, കൂടാതെ MNS അല്ലെങ്കിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് തുടങ്ങിയുള്ള ഏതാനും ചില സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കാണ് നീറ്റ് അനിവാര്യമായിട്ട് വരുന്നത്. അപ്പോൾ നീറ്റിന്റെ മാർക്കിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ അഡ്മിഷൻ സെലക്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തപ്പെടുക. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ നമ്മൾ അഡ്മിഷൻസ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നീറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടാതെ ഡൽഹിയിലുള്ള മിക്കവാറും വരുന്ന യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകളിലേക്കും പ്രവേശനത്തിന് വേണ്ടി നീറ്റ് എലിജിബിലിറ്റിയും പറയാറുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങൾ പലപ്പോഴും ഈ പറയുന്ന പോലെ ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിലും നീറ്റ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും നിലവിൽ അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അവരവരുടേതായിട്ടുള്ള CET അല്ലെങ്കിൽ അവരവരുടെ സ്റ്റേറ്റ് എൻട്രൻസ് എക്സാംസ് നഴ്സിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് അവിടെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നീറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരിക. മെഡിക്കൽ കോഴ്സുകൾ, ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി, ഇത് കൂടാതെ തന്നെ ഈ പറയുന്ന നഴ്സിംഗിൻ്റെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് നഴ്സിംഗ് സ്ഥാപനങ്ങളിലേക്കും നീറ്റ് അനിവാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നീറ്റ് എക്സാംസ് എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് മെയ് മാസം 3-ാം തീയതി നടക്കുന്ന പരീക്ഷയിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മാർച്ച് മാസം 8-ാം തീയതി വരെ മാത്രമാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി, മെഡിക്കൽ കോഴ്സുകൾ, അങ്ങനെ സെലക്റ്റീവായിട്ടുള്ള നഴ്സിംഗ് കോഴ്സുകൾ, നഴ്സിംഗ് സ്ഥാപനങ്ങളിലേക്കൊക്കെ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഈ ഒരു കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.